ടുഡേ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി എഗ് പോളയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന്. ചൂടായ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ നല്ലതുപോലെ തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് വലിയ ജീരകം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകത്തിനോടൊപ്പം നമുക്ക് കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കടുകും ജീരകവും പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞതുമാണ്. അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സവാളയെ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. 3 വലിപ്പമുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള ഓവറായിട്ട് വഴറ്റിയെടുക്കണ്ട കേട്ടോ. നമ്മൾ മുട്ട പപ്സിനൊക്കെ തയ്യാറാക്കുമ്പോൾ സവാള വഴറ്റിയെടുക്കത്തില്ല, അതേപോലെ മാത്രം മതി കേട്ടോ ഈ ഒരു സവാളയും വഴറ്റിയെടുക്കൽ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സവാള ജസ്റ്റ് ഒന്നങ്ങ് വഴന്ന് വന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സവാള ഒന്നങ്ങ് വഴന്ന് വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ കച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ 1 മുറി തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിതിനെ നല്ലതുപോലെ തന്നെ ഒന്നും കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, എല്ലാം 1/4 ടീസ്പൂണിൽ താഴെ മതി കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നീട് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്നും കൂടി ഒന്നും വഴറ്റിയെടുക്കണം എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞാൽ. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഇത്രയും വഴന്നത് മതി കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഞാൻ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണേ. അങ്ങനെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഇത് അവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇനി നമുക്ക് ബാറ്ററാണ് തയ്യാറാക്കാനുള്ളത്. ഇനി ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 കപ്പോളം മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കപ്പ് എന്നുള്ളത് ഫുള്ളായിട്ട് 2 കപ്പ് ഇടുന്നില്ല കേട്ടോ. 1.25 കപ്പോളം ഇടുന്നത് ചെറിയൊരു കപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാട്ടർ എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ മൈദാമാവ് ആഡാക്കണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മുട്ട എടുക്കുന്നുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയായതുകൊണ്ട് 1 എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു 1/4 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1/2 ഗ്ലാസ്സോ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബാറ്ററിന്ന് അടിച്ച് നോക്കണം കേട്ടോ. ഒരുപാടങ്ങ് തിക്കാവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒന്നങ്ങ് അടിച്ചെടുത്ത ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്നും കൂടി ഒന്നങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. ഇത് ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ ഒന്നങ്ങ് അടിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പോള തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിപ്പമുള്ള പാനല്ല കേട്ടോ, ഒരു ചെറിയൊരു പാനാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എന്താ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഫ്ലെയിം ഓണല്ല, ഫ്ലെയിം ഓഫാണ്. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഇട്ട് കൊടുക്കുള്ളൂ. അതും ലോ ഫ്ലെയിമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഫില്ലിങ്, അതായത് നമ്മൾ നേരത്തെ സവാള വഴറ്റി വെച്ചില്ലേ, ആ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അങ്ങനെ നമ്മളിതാ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മുട്ട ബോയിൽ ചെയ്ത് എടുത്തതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്ത പീസാണ് കേട്ടോ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. മുട്ട വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ സവാള വഴറ്റിയത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കും കേട്ടോ. ആ ഒരു ചെറിയൊരു കപ്പിന് 2 കപ്പ് മൈദാമാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഒരുപാട് ഓവറല്ല, ബാക്കിയും വന്നില്ല, കറക്റ്റ് ആയിരുന്നേ. അപ്പോൾ നിങ്ങൾ ആദ്യം 2 കപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. എല്ലാം കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്തിട്ട് നമുക്കിതിനൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിം വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമാണ് വേണ്ടത്. ചെറിയ ഫ്ലെയിം മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അതുകൊണ്ട് ലോ ഫ്ലെയിം വേണം കേട്ടോ വിട്ട് കൊടുക്കാൻ. ഒരു പക്ഷേ നിങ്ങൾ ഫ്ലെയിം അല്പം ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അടിയിലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു പാത്രം വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പോകും കേട്ടോ. ഞാനൊന്നും വെച്ച് കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പോളയൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ പോളയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ കുക്കായി വന്നാൽ ഇതിനെ നമുക്കൊന്ന് മറിച്ചിടണം. നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് കുത്തി നോക്കുന്ന സമയത്ത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ടെടുക്കാം.
പാനിൽ നിന്നൊക്കെ നമ്മുടെ പോളതാ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാൻ പാടുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ വേറൊരു പാനിൽ കുറച്ച് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു പാനിലോട്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞും പോയിട്ടില്ല. നമ്മുടെ സവാളയാണ് കേട്ടോ ആ ഒരു കളറിൽ കാണുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പോള കിട്ടിയിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ട് കൊടുത്ത ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴും നിങ്ങൾ ഫ്ലെയിം ലോയിൽ തന്നെ ഇടാൻ മറക്കരുത്. ആ ഒരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പോള ഇവിടെ സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ എഗ് പോളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ എഗ് പോള. അപ്പോൾ നോമ്പിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ പോളയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടി കരിഞ്ഞു പോകുന്നൊരു ടെൻഷൻ ഉണ്ടാവും. ഒട്ടും തന്നെ കരിയില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. അടിയിലൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അതിന് ഒട്ടും തന്നെ ടെൻഷൻ വേണ്ട. അപ്പോൾ നല്ല ഈസി റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു നല്ല അടിപൊളി സ്നാക്സാണ്. ഈ ഒരു ഇഫ്താറിന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.